പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 10 മുതൽ 20 വരെ വാക്യങ്ങളാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ ധ്യാന വിഷയം. വിധക്കാരന്റെ ഉപമ ഈശോ പറഞ്ഞതിന് അതിന്റെ വ്യാഖ്യാനവും അതിന്റെ ഉദ്ദേശവും ഒക്കെ ഈശോ വിശദീകരിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗം. ഈ ഭൂമിയിൽ നാം കാണുന്നതെല്ലാം ദൈവത്തിന്റെ ഉപമകളാണെന്നും അവ ഓരോന്നിനും ദൈവത്തിന്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ടെന്നും അതിൻ്റെ ഒരു വ്യാഖ്യാനം ദൈവത്തിൻ്റെതായ രീതിയിൽ പറയാനുണ്ടെന്നും ഇന്നത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഉപമകളാണ്. പക്ഷികളും വൃക്ഷലതാദികളും മഴയും മഞ്ഞും കാറ്റും ഇടിയും എല്ലാം ദൈവത്തിന്റെ ഉപമകളാണ്. അതെല്ലാം ദൈവത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത്. ഉപമ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. മറ്റൊരു സത്യം മറച്ചു വെക്കുന്നത് ഉപമയിലൂടെ പറയുന്ന ഒരു രീതിയാണ്. തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരും ഈ ഭൂമിയിലുള്ള ഓരോന്നും ദൈവത്തിന്റെ സൂചനകളും ദൈവത്തിന്റെ വ്യാഖ്യാനങ്ങളുമാണ് നൽകുന്നത്. ജന്മന അന്ധനായ ഒരു മനുഷ്യനിലൂടെ ദൈവത്തിനൊരു സന്ദേശം ഈ ലോകത്തിൽ നൽകാനുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 38 വർഷമായി തളർന്നു കിടന്ന ബത്സയിദ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയപ്പോൾ ആ മനുഷ്യനിലൂടെ ദൈവത്തിന് പറയാൻ ചില ഉദ്ദേശങ്ങളും ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൈശോഷിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് ദൈവം അവന് പ്രവർത്തിക്കാൻ അവന്റെ ജീവിതത്തിൽ ഒരു ഇടം കൊടുത്തപ്പോൾ അവനിലൂടെ ഈശോയ്ക്ക് പറയാൻ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. വിധവയായ സ്ത്രീ ദേവാലയത്തിൽ 2 ചെമ്പുതുട്ടുകൾ ഇട്ടപ്പോൾ അവളെ കാണിച്ച് ഒരു ഉപമയായി എടുത്ത് ഈശോയ്ക്ക് വ്യാഖ്യാനിക്കാൻ കാര്യങ്ങളുണ്ടായിരുന്നു. മരിച്ച ലാസറിലൂടെ ഈശോയ്ക്ക് വെളിപ്പെടുത്താൻ സന്ദേശങ്ങളുണ്ടായിരുന്നു. ഈശോ ജീവന്റെ നാഥനാണ് എന്ന സത്യം വെളിപ്പെടുത്തുന്നത് മരിച്ചവരെ ഉയർപ്പിച്ച കാര്യങ്ങളിലൂടെയാണ്. ഈശോ ഇടപെട്ടതിന് ശേഷമുള്ള അവരുടെ ജീവിതങ്ങൾ, അവരുടെ ജീവിത ഉപമകൾ വ്യാഖ്യാനിച്ചതായി മാറി. ഈശോ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ ദൈവത്തിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ഒരു കാര്യവും വെറുതെയല്ല. അത് ദൈവത്തിന്റെ അനന്ത പദ്ധതിയാണ്, ദൈവത്തിന്റെ ഉപമകളാണ്. ആ ഉപമകൾക്ക് യഥാർത്ഥ വ്യാഖ്യാനം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കാൻ സാധിക്കും. എല്ലാവരോടും സ്നേഹത്തോടെ, നന്മയോടെ, നല്ല മനസ്സോടെ പെരുമാറാനും സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന്, ദൈവത്തിന്റെ ഉപമകളാണെന്ന്, അതിനൊക്കെ ദൈവത്തിനൊരു വ്യാഖ്യാനവും ദൈവത്തിനൊരു ഉദ്ദേശവും ഉണ്ടെന്നും ഞങ്ങളിന്ന് മനസ്സിലാക്കുന്നു. ഈ ദൈവത്തിന്റെ സൃഷ്ടികളെയെല്ലാം അർഹിക്കുന്ന ബഹുമാനത്തോടെ കാണാനും അവയിലെല്ലാം ദൈവ സാന്നിധ്യം കണ്ട് അവരോടും അവയോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.